ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ റുട്ടീനാണ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാൻ പോകുന്നത്. ആൻഡ് നമ്മൾ സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കൊറിയൻ സ്കിൻ കെയർ റുട്ടീൻ ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും മൈൻഡിൽ ആദ്യമേ വരുന്നത്. പക്ഷേങ്കിൽ ഒരു സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു പ്രോസസ്സാണ്. ഈ ഒരു പ്രോസസ്സിൽ മെയിൻ ആയിട്ട് വരുന്നത് 4 സ്റ്റെപ്സ് ആണ്. അതിന് നമ്മൾ പറയുന്നതാണ് CTMS, മീൻസ് ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ് ആൻഡ് സൺസ്ക്രീൻ. ഈ 4 പ്രൊസീജിയർ മാത്രമാണ് ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്ക് സ്കിൻ കെയർ റുട്ടീൻ തുടങ്ങുന്നതിന് ആവശ്യമായിട്ട് വരുന്നത്. ആൻഡ് ഈ 4 പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു സ്കിൻ കെയർ റുട്ടീൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുന്നതാണ്. അപ്പോൾ ഒരു ടീനേജേഴ്സ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ സ്കിൻ കെയർ റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂടുതലായിട്ടും ഓയിലി ടു കോമ്പിനേഷൻ സ്കിന്നുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് ആയിരിക്കും കാണിക്കുക. അപ്പോൾ അത് പേഴ്സണലി ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണ്. എൻ്റെ ഒരു ഓയിലി ആൻഡ് മോസ്റ്റ് ഓഫ് ടൈം എൻ്റെ ഒരു ഓയിലി സ്കിന്നാണ്, ആൻഡ് സംടൈംസ് എൻ്റെ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരുപാട് പറഞ്ഞ് ലാഗടിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ സ്കിൻ കെയർ റുട്ടീനിലെ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ്. നമ്മൾ എന്തിനാ ക്ലെൻസ് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓയിലി സ്കിന്നുള്ള ആളുകൾക്ക് കൂടുതലും കുറച്ച് സ്വെറ്റി ആയിട്ടും കുറെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടാകുന്നത് നമ്മുടെ ഫേസിൽ ഒരുപാട് ഡസ്റ്റും കാര്യങ്ങളൊക്കെ വന്ന് നമ്മളുടെ പോഴ്സ് ക്ലോഗ് ചെയ്തിട്ടാണ്. ഡസ്റ്റും ചെന്ന് അതിന്റെ കൂടെ നമ്മളുടെ ഫേസിൽ ഉണ്ടാകുന്ന ഓയിലിന്റെ പ്രൊഡക്ഷനോട് കൂടിയിട്ടാണ് നമ്മളുടെ ഫേസിൽ ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടാവുന്നതും പിമ്പിൾസ് ഉണ്ടാവുന്നതും ഒക്കെ. അപ്പൊ ഈ ഒരു ഡസ്റ്റ് കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അങ്ങനെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഫേസ് വാഷ് ആണ് കേട്ടോ. ഇത് ഡെർമാക്കോയുടെ സാലിസിലിക് ആസിഡ് കണ്ടന്റ് ഉള്ള ഒരു ഫേസ് വാഷ് ആണ്. എന്റെ ഫേസിൽ നല്ല രീതിയിൽ ആക്റ്റീവ് ആക്നീസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അത്യാവശ്യം പെട്ടെന്ന് തന്നെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സെയിം ബ്രാൻഡിന്റെ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുന്ന നിർബന്ധമില്ല. നിങ്ങൾക്ക് ഈ ഒരു സാലിസിലിക് ആസിഡ് കണ്ടന്റ് ഉള്ള ഏതെങ്കിലും ഒരു ബ്രാൻഡിന്റെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ബ്രാൻഡ് ഏതാണോ ആ ഒരു ബ്രാൻഡിന്റെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ആൻഡ് നമ്മളുടെ ഈ ബേസിക് സ്കിൻ കെയർ റുട്ടീനിലെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ടോണിങ്. ടോണിങ് എന്തിനാ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സ്കിന്നിന്റെ pH ലെവൽ ബാലൻസ് ചെയ്യുന്നതിന് ഈ ടോണർ നമ്മൾ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ തന്നെ നമ്മളുടെ ഫേസിൽ ഒരു ഫ്രഷ് ലുക്ക് കിട്ടുന്നതിന്, ഒരു കൂളിംഗ് എഫക്ട് കിട്ടുന്നതിന്, പിന്നെ നമ്മളുടെ പോഴ്സ് മിനിമൈസ് ചെയ്യുന്നതിനൊക്കെ ഒരു ടോണർ നമ്മൾ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഞാൻ യൂസ് ചെയ്യുന്നത് പ്ലമ്മിന്റെ ഈ ഒരു റൈസ് വാട്ടർ ടോണർ ആണ്. ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്യാനുള്ള കാരണം എനിക്ക് കുറച്ചും കൂടെ ആക്റ്റീവ്സ് അടങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. എനിക്ക് ഇഷ്ടമാണ് അങ്ങനത്തെ ആക്റ്റീവ്സ് അടങ്ങിയിട്ടുള്ള, അതായത് എൻ്റെ ഫേസിന്റെ പ്രശ്നങ്ങൾക്ക് പറ്റിയിട്ടുള്ള ആക്റ്റീവ്സ് അടങ്ങിയിട്ടുള്ള ടോണർ ആയിക്കോട്ടെ, ഫേസ് വാഷ് ആയിക്കോട്ടെ, എന്ത് കാര്യങ്ങളാണെങ്കിലും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് ഇഷ്ടം കൂടിയാണ് അങ്ങനത്തെ പ്രൊഡക്റ്റ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രൊഡക്റ്റ് കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം റോസ് വാട്ടർ ഒക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഓയിലി സ്കിന്നുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടോണർ ആണ് കേട്ടോ. ഈ ഒരു ടോണറിൽ റൈസ് വാട്ടർ, നയാസിനമൈഡ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഇതിനകത്ത് ഓൾറെഡി അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ടൈറ്റൻ പോഴ്സ്, ബ്രൈറ്റൻ സ്കിൻ എന്നൊക്കെ. അപ്പൊ നമ്മളുടെ പോഴ്സ് ഒക്കെ മിനിമൈസ് ചെയ്യാനും ഈ ടോണർ ഹെൽപ്പ് ചെയ്യും. അത് ഏത് ടൈപ്പ് ഓഫ് ടോണർ ആണെങ്കിലും നമ്മളുടെ പോഴ്സ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. സോ അതൊക്കെയാണ് നമ്മളുടെ ടോണർ കൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മളുടെ സെക്കൻഡ് സ്റ്റെപ്പ്, ടോണർ. ആൻഡ് നമ്മളുടെ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് മോയ്സ്ചറൈസർ. ഇപ്പൊ കുറച്ച് പേരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും ഓയിലി സ്കിന്നുള്ള ആളുകൾക്ക് എന്തിനാണ് മോയ്സ്ചറൈസർ എന്നുള്ളത്. ഒരു തെറ്റിദ്ധാരണയാണ് ഓയിലി സ്കിന്നുള്ള ആളുകൾക്ക് മോയ്സ്ചറൈസർ യൂസ് ചെയ്യേണ്ടെന്നുള്ളത്. ശരിക്കും ഓയിലി സ്കിന്നുള്ള ആളുകളും അവരുടെ ഓയിൽ ബാലൻസ് ചെയ്യുന്നതിന്, ഫേസ് ഒന്ന് സ്മൂത്ത് ആക്കുന്നതിനാണെങ്കിൽ ഈ ഒരു മോയ്സ്ചറൈസർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓയിലി സ്കിന്നുള്ള ആളുകൾ എപ്പോഴും ജെൽ ബേസ്ഡ് ആയിട്ട്, ഒരു വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ഒക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ സ്കിന്നിന് ബെറ്റർ ആയിട്ടുണ്ടാവുക. ക്രീം ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ഒക്കെ യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ ഫേസ് ഒന്നുകൂടി ഡ്യൂ ആയിട്ട് ഇരിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പൊ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അടിപൊളി മോയ്സ്ചറൈസർ ആണ് ഇതെന്ന് പറയുന്നത്. ഇത് പോൺസിന്റെ മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഇതിനകത്ത് ഓൾറെഡി അവർ ഹൈലൂറോണിക് ആസിഡ് കണ്ടന്റ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആൻഡ് വിറ്റമിൻ ഇ ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമുള്ള ഒരു മോയ്സ്ചറൈസർ ആണ് ഇത്. നമുക്കിത് യൂസ് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര കൂളിംഗ് എഫക്റ്റ് ഒക്കെയാണ് നമ്മുടെ ഫേസിന് ഉണ്ടാവുക. അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു മോയ്സ്ചറൈസർ എന്ന് പറയുന്നത്. പിന്നെ മാർക്കറ്റിൽ അത്യാവശ്യം ഒരു അഫോർഡബിൾ റേഞ്ചിൽ അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ് ഈ ഒരു മോയ്സ്ചറൈസർ. ഓയിലി സ്കിന്നുള്ള ആളുകൾക്ക് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസറും കൂടിയാണ്. ഇനി അതല്ല നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലോവേര ജെല്ലും അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. ഞാൻ ഓൾറെഡി അലോവേര ജെല്ലും ചില സമയങ്ങളിൽ ഞാൻ അലോവേര ജെല്ലും യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റ് ആണ് കംഫർട്ടബിൾ എന്ന് തോന്നുന്ന ആ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ തേർഡ് സ്റ്റെപ്പ്, മോയ്സ്ചറൈസർ. ആൻഡ് നമ്മളുടെ ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് സൺസ്ക്രീൻ.
അങ്ങനെ നമ്മളുടെ 4th സ്റ്റെപ്പാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്. ആൻഡ് ഈ സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു സൺസ്ക്രീൻ ആണ് കേട്ടോ. ഇത് ഫിക്സ് ഡെർമയുടെ ഷാഡോ SPF 15+ സൺസ്ക്രീൻ ആണ്. ആൻഡ് ഇത് അടിപൊളിയായിട്ട് ഓയിലി സ്കിന്നുകാർക്ക് അടിപൊളിയായിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ്. ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓവർ സ്വെറ്റിങ് കാര്യങ്ങളൊന്നും എനിക്ക് വരുമ്പോൾ തോന്നിയിട്ടുള്ള ഏതൊരു സൺസ്ക്രീൻ യൂസ് ചെയ്താലും എനിക്ക് ഭയങ്കരമായിട്ട് സ്വെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് എനിക്ക് അത്രത്തോളം ഒട്ടുമില്ലാന്നല്ല, പക്ഷെ പൊതുവെ കുറവാണ് എനിക്ക് സ്വെറ്റിങ് വരാറുള്ളത്. അതുപോലെ തന്നെ ഇത് ഒരുപാട് വൈറ്റ് കാസ്റ്റ് കാര്യങ്ങളൊന്നും തരില്ല. പിന്നെ നമ്മളുടെ ഫേസിൽ പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവും. ഇങ്ങനെ ഭയങ്കര ഡ്യൂയി ഗ്ലോയി ആയിട്ടൊന്നും ഒരിക്കലും ഒരു മാറ്റ് ഫിനിഷ് ആയിരിക്കും ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവുക. അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓയിലി സ്കിന്നുള്ള ആളുകൾക്ക് ഉറപ്പായിട്ടും അടിപൊളിയായിട്ട് വർക്ക് ആവുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. പിന്നെ സൺസ്ക്രീനിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും. സൺ എക്സ്പോഷറിൽ നിന്നാണ് നമുക്ക് കൂടുതലായിട്ടും പിഗ്മെന്റേഷനും പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഔട്ട്ഡോഴ്സിലാണെങ്കിലും ശരി ഇൻഡോഴ്സിലാണെങ്കിലും ശരി സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ലാത്ത ഒരു പ്രൊഡക്റ്റ് ആണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്. സോ നിങ്ങൾ നിങ്ങളുടെ സ്കിൻ കെയർ റുട്ടീൻ തുടങ്ങുന്ന ഒരാളുകളാണെങ്കിൽ സൺസ്ക്രീൻ ഉറപ്പായിട്ടും അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പൊ ഇതാണ് നമ്മളുടെ 4th സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി ഇതൊന്നും കൂടാതെ നമ്മൾക്ക് അഡീഷണൽ ആയിട്ടൊരു സ്റ്റെപ്പ് വരുന്നത് ലിപ് ബാം ആണ്. നമ്മളുടെ ഫേസിനെ എത്രത്തോളം കെയർ ചെയ്യുന്നോ അല്ലെങ്കിൽ നമ്മളുടെ സ്കിന്നിനെ എത്രത്തോളം കെയർ ചെയ്യുന്നോ അതുപോലെ തന്നെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ ലിപ്സ് എന്ന് പറയുന്നത്. ഈ ലിപ്സിനും പിഗ്മെന്റേഷനും കാര്യങ്ങളും ഡ്രൈനെസ് പിഗ്മെന്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. നമ്മുടെ ഒരു സ്കിൻ കെയർ റൂട്ടീൻ കംപ്ലീറ്റ് ആവണമെങ്കിൽ നമ്മൾ നമ്മുടെ ലിപ്സിനെയും കൂടെ ഒന്ന് കെയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സോ നമ്മളുടെ ലിപ്സിന് ഒരു SPF പ്രൊട്ടക്ഷൻ ഉള്ള ലിപ് ബാം യൂസ് ചെയ്ത് മാത്രമേ നമ്മൾ പുറത്തേക്ക് പോകാവുള്ളൂ. അതുപോലെ തന്നെ നല്ല രീതിയിൽ മോയ്സ്ചർ കൊടുക്കുന്ന ഒരു ലിപ് ബാം കൂടെ വേണം നമ്മൾ നമ്മുടെ ലിപ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ. ഞാൻ യൂസ് ചെയ്യുന്ന ഡെർമാക്കോടെ ഈ ഒരു ലിപ് ബാം ആണ് കേട്ടോ. ഇതിനകത്ത് SPF 13 അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് കോജിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ലിപ്പിന് ഉണ്ടാകുന്ന പിഗ്മെന്റേഷൻ കുറയ്ക്കാനും പിന്നീട് ലിപ്സ്റ്റിക് യൂസ് ചെയ്യുമ്പോൾ വരുന്ന പിഗ്മെന്റേഷൻസിന്റെ അളവ് കുറയ്ക്കാനൊക്കെ ഈ ഒരു പ്രൊഡക്റ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അറബൂട്ടിനും കാര്യങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ലിപ്സ് നല്ല നറിഷ് ആയിട്ട് വെക്കാനൊക്കെ ഈ ഒരു പ്രൊഡക്റ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു ഇതെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇഫ് നിങ്ങൾക്ക് പിഗ്മെന്റേഷൻ പ്രോബ്ലം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഒരു ബേസിക് സ്കിൻ കെയർ റുട്ടീനിൽ ഉണ്ടാവേണ്ട പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഒരു ക്ലെൻസർ ആണ്. ആൻഡ് നമ്മൾക്ക് രണ്ടാമത് വേണ്ടത് ഒരു ടോണർ ആണ്. ആൻഡ് നമുക്ക് തേർഡ് വേണ്ടതെന്ന് പറയുന്ന ഒരു മോയ്സ്ചറൈസർ ആണ്. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോയ്സ്ചറൈസർ, അതിപ്പോ നിങ്ങൾക്ക് ഈ ഒരു മോയ്സ്ചറൈസർ അല്ലെങ്കിൽ നിങ്ങൾക്ക് അലോവേര ജെൽ ആണെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ആൻഡ് നമുക്ക് 4th ആയിട്ട് വേണ്ടതെന്ന് പറയുന്നത് ഒരു സൺസ്ക്രീൻ ആണ്. ആൻഡ് നമുക്ക് ലാസ്റ്റ് ഫൈനൽ ആയിട്ട് വേണ്ടത് ഒരു ലിപ് ബാം ആണ്. ഈ 5 പ്രൊഡക്ട്സ് ആണ് നമുക്കൊരു ബേസിക് സ്കിൻ കെയർ റുട്ടീന് ആവശ്യമുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട്, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്തേക്കാം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത്. ബൈ ഗൈസ്.